അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഷോർട്സ് ആണ്. കുട്ടികൾക്കുള്ള ഷോർട്സ് അടിക്കുന്ന കട്ടിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് തുണി എല്ലാം കട്ട് ചെയ്യുമ്പോൾ തന്നെ 4 ആയി മടക്കാം. ഇതൊരു 1/4 മീറ്ററേ തുണിയുണ്ടു. 4 ആയി മടക്കിയതിന് ശേഷം അത് നമുക്ക് അളവ് എന്തെല്ലാം വേണമെന്ന് പറഞ്ഞെങ്കിൽ വേസ്റ്റ് അരവണ്ണം വേണം. പിന്നെ നമുക്ക് ഷീറ്റ് ലെങ്ത്ത് എന്ന് പറയും, ഷീറ്റ് ലെങ്ത്ത് വേണം. പിന്നെ ഫുൾ ലെങ്ത്ത്, പിന്നെ താഴെ ബോട്ടം, താഴെ അകലം, താഴെ കാലിൻ്റെ റൗണ്ടാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ജാഗ്യം വേണം. അപ്പോൾ നമുക്ക് അളവ് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇലാസ്റ്റിക്കിലേക്ക് മടക്കിയടിക്കാനുള്ള അളവെടുക്കാം, 1.5 ഇഞ്ച്. അതിന് താഴെ നമുക്ക് ഷീറ്റ് ലെങ്ത്ത് ഒരു 7.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നുള്ളത്. അത് നമുക്ക് ഇവിടെ നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നിന്ന് ഒരു ഇഞ്ച് വിട്ടിട്ട് സ്ട്രെയിറ്റ് കൊടുക്കാം. അവിടെ നിന്ന് ഒരു ചെറുങ്ങനൊരു കർവ് കൊടുക്കണം, വളവ്. അതൊരു 1 ഇഞ്ച് ഇങ്ങനെ റികാളെല്ലാം കൊടുക്കും പോലെ അതുപോലെ വരച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേസ്റ്റ് വേണ്ട, അരവണ്ണം 9 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത്ത് 21 ഉണ്ട്. അതിൽ 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിന് പോയി. പിന്നെ താഴെയും 1.5 ഇഞ്ച് വിട്ടിട്ടാണ് നമുക്ക് മടക്കാനുള്ള ജാഗ വേണം, 1.5 ഇഞ്ച്. പിന്നെ നമ്മൾ അകലം ഇവിടുത്തെ കാലിൻ്റെ റൗണ്ട് അതൊരു 8 ഇഞ്ച്. അപ്പോൾ നമ്മളെ ഷീറ്റ് ലെങ്ത്തിൽ നിന്നും 8 ഇഞ്ചിലേക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ നമുക്ക് അളവ്. ഷോർട്സിന് ഇത്രയും അളവ് മാത്രമാണ് വേണ്ടത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഒരിക്കലും പുതിയത് ചെയ്യരുത്, പഴയത് ചെയ്തതിന് ശേഷം മാത്രം പുതിയത് ചെയ്യുക പഠിക്കുന്നവർ. പിന്നെ കോട്ടൺ തുണിയിൽ പഠിക്കുന്നത് അത്രയും നല്ലതാണ്, അടിക്കുമ്പോൾ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഓക്കെ.